അങ്ങനെ നമ്മുടെ വിക്രം ഗൗരി മോളുടെ സ്കൂൾ ബസ്സിന് ബോഡി ഗാർഡായിട്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്. സ്കൂളിൽ കുറേ നേരം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗൗരി മോൾ ഓരോരോ കുസൃതികൾ ഒപ്പിക്കുന്നുണ്ട്. ഗൗരി മോൾ ക്ലാസ്സിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ടീച്ചർ പറയേണ്ടത് എന്നാൽ നിന്നെ ഞാൻ ബോഡി ഗാർഡിൽ തന്നെ കൊണ്ടുപോയിരുത്താം, ബോഡി ഗാർഡ് തന്നെ നിനക്ക് വായെ തരട്ടെ എന്നൊക്കെ പറയേണ്ടത്. എന്തായാലും പുറത്ത് ബോഡി ഗാർഡിൻ്റെ അടുത്ത് ഇരുത്തുന്ന സമയത്ത് നമ്മുടെ വിക്രത്തിന് ഒരു ഫോൺ വന്ന് നീക്കുന്ന സമയത്ത് ഗൗരി മോളാണെങ്കിൽ ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്. ടീച്ചർ വരുന്ന സമയത്ത് പറയുന്നത് ഇയാൾ എന്നെ കൊണ്ട് ഉറുമ്പുള്ള ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ടെന്നൊക്കെ പറയേണ്ടത്. എന്തായാലും നമ്മുടെ വിക്രം പറയുന്നത് ഞാൻ പുറത്ത് പോയിട്ട് വേറെ മോൾക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഗൗരി മോളുടെ തഞ്ചത്തിനനുസരിച്ച് നമ്മുടെ വിക്രം പെരുമാറുണ്ട്. ചപ്പാത്തിയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്, അതിൽ ഐസ്ക്രീമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗൗരി മോൾ കുറേശ്ശെ നമ്മുടെ വിക്രത്തിനോട് അടുത്ത് വരുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഗൗരി മോളുടെ കൂടെ തന്നെ രാത്രി വിക്രമും കഴിയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗൗരി മോൾ ഒരു ടെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്, അതിൽ കടന്നോളാൻ പറയുന്നുണ്ട്. നമ്മുടെ വിക്രം ഓരോരോ തമാശയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗൗരി മോൾ മെല്ലെ നമ്മുടെ വിക്രത്തിനോട് അടുക്കണേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വിക്രം കാണാനില്ല, പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. അവൾ പൂക്കളും മുത്തശ്ശിയോട് വർത്തമാനം പറയാനും ടെൻറ്റൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനത്തെ ഒരു ബോഡി ഗാർഡ്, നമുക്ക് എപ്പോൾ നോക്കിയാലും വീട്ടിലേക്ക് പോകണം, ഇങ്ങനത്തെ ഒരു ബോഡി ഗാർഡ് വേണ്ട, എന്തായാലും ഞാൻ മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കാമെന്നൊക്കെ വേദ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സേതുലക്ഷ്മി പറയുന്നുണ്ട് നീ എന്താ വെച്ചാൽ തരുണുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്തോന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മൾ ആൻഡ്രൂ സാർ വിക്രത്തിനെ വിളിച്ചിട്ട് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നീ ഇങ്ങനെ എപ്പോഴും അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിന്നെ പിന്നെ അവർക്ക് വേണ്ടിയില്ല കേട്ടോ, അവർ നിന്നെ എന്തിനാ അവിടെ നിയമിച്ചെന്നെ ബോഡി ഗാർഡായിട്ടല്ലേ, നീ എന്തിനാ അപ്പോൾ വീട്ടിലേക്ക് ഓടിപ്പോയി ആരോടും പറയാതെ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വിക്രം പറഞ്ഞിട്ട് അയ്യോ ഞാനും അച്ഛനും താമസിക്കണ വീട്ടിലത്തെ ആ കുട്ടിയുടെ അച്ഛനൊന്ന് വീണു, അപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് സുഖമില്ലാതെയായി, അതുകൊണ്ട് ആ കുട്ടിയെ ഒന്ന് കാണാൻ വന്നത് സാറേ, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങുകയാണ്, എന്തായാലും ഞാൻ വേഗം എത്തിക്കോളാം എന്ന് പറയുന്നത്. ആ സമയത്ത് വീണ്ടും നമ്മുടെ തരുണും വിളിച്ചിട്ട് വിക്രത്തിന് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾക്കൊരു ബോഡി ഗാർഡ്, ഞങ്ങൾ കുട്ടിയുടെ സേഫ്റ്റി അല്ലേ ഞങ്ങൾക്ക് നോക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തരുണും വിക്രത്തിന് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് വിക്രം ഒന്നും മുണ്ടില്ല. വിക്രം പറയുന്നത് ഞാൻ ഇപ്പം തന്നെ ഇറങ്ങിക്കോളാം, എത്രയും പെട്ടെന്ന് കൂട്ടടുത്തേക്ക് എത്തിക്കോളാം എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ വിക്രം ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ തരുണ് ഫോണും കട്ടാക്കട്ടെ. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ വിക്രം ഗൗരി മോളത്തേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗൗരി മോള് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇയാൾ ഓടിപ്പോയി എന്ന്, പിന്നെയും വന്നു, അമ്മയും അച്ഛനായിട്ട് പിന്നെയും കോംപ്രമൈസ് ആയിട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗരി മോൾ ഓരോ കുസൃതി നമ്മുടെ വിക്രത്തിനോട് പറയുന്നുണ്ട്. വിക്രത്തിനാണെങ്കിൽ ആ കുട്ടിയെ വലിയ ഇഷ്ടമാവുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും അന്ന് ഫ്രൈഡേ ആണ്, വിക്രം രാത്രി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദിയും തരുണും വീട്ടിലേക്ക് വരുന്നുണ്ട്. വീക്കെൻഡ് ആവുകൊണ്ട് ആദ്യം വേദ വരുന്നുണ്ട്. കാറ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മോള് ഓടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ആ അമ്മയായിരുന്നു, ഞാൻ അച്ഛനാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വേദ പറയുന്നത് ഉണ്ണിക്ക് ഞാൻ ഒരുപാട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് വായ കാണിച്ചു തരാം, ഒരുപാട് ടോയ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഗൗരി മോൾക്ക് അതൊന്നും സന്തോഷമാവില്ല. ബാക്കിൽ തന്നെ നമ്മുടെ തരുണും വരുന്നുണ്ട്. തരുണിൻ്റെ അടുത്തേക്ക് നമ്മുടെ മോള് ഓടിപ്പോയിട്ട് അച്ഛാന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവനും പറയുന്നുണ്ട് ഞാൻ ഒരുപാട് മോൾക്ക് ഓണായിട്ടത്തിന് സമ്മാനം കൊണ്ടുവന്നിട്ട് ഡ്രസ്സും ടോയ്സൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഡ്രസ്സൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എല്ലാവരും ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അവൾ പറയും, ഗൗരി മോൾ പറയുന്നുണ്ട് വേദയോട് അമ്മ കുറേ ബൊമ്മകളായിരിക്കും, അച്ഛൻ ഒരുപാട് വണ്ടികളായിരിക്കും, എനിക്കിതൊക്കെ കണ്ട് മടുത്ത്, എനിക്ക് വേണ്ടത് ഒരു വാളാണ്, എനിക്കൊരു വാൾ വാങ്ങിത്തരും അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട്. വാളോ, അതെ അയാളുടെ കയ്യിൽ വാളുണ്ടല്ലോ, എനിക്കും അതുപോലെ ഒരു വാൾ വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ വേദ പറഞ്ഞ ആ വാളൊക്കെ ഉള്ള ആളേണേനും അവിടേക്ക് പണിക്ക് നിർത്തിനെ, നമുക്ക് വേണ്ട ഒഴിവാക്കാം, ഈ മുകള് വെറുതെ പറയാം അയാളൊരു മഹാപാവാ മോളെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സേതുലക്ഷ്മി. എന്തായാലും നമ്മുടെ തരുൺ പറയണ്ടേ എന്തായാലും ഞാൻ ഗൗരി മോൾക്ക് ഒരു വാൾ വാങ്ങി തരാമെന്നൊക്കെ പറയണ്ടേ. ആ സമയത്ത് നമ്മുടെ വേദ എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്, പണിക്കാർക്കൊക്കെ പൈസയും കൊടുക്കുന്നുണ്ട്, നമ്മുടെ മോൾക്കും കൊടുക്കുന്നുണ്ട്. നമ്മുടെ തരുണിന് മാത്രം വാങ്ങി കൊടുക്കുന്നില്ല. എന്നാൽ പക്ഷേ തരുണോ വേദയ്ക്കും അമ്മയ്ക്കും പണിക്കാർത്തികൾക്കും എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തരുണിനോട് സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട് നീ എന്താ ഡ്രസ്സ് എടുത്തില്ലേ ചോദിക്കുമ്പോൾ ഇല്ല മേ, അവൻ എടുക്കുന്ന പേര് വെറും തുണിയാണ്, വേറെയുള്ളവർ വാങ്ങിത്തരുന്ന പേരാണല്ലേ ഓണക്കോടി, എനിക്ക് ആരും അങ്ങനെ വാങ്ങി തരാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സേതുലക്ഷ്മി വേദോട് പറയുന്നുണ്ട് നിനക്കൊരു ഡ്രസ്സ് അവന് വാങ്ങിക്കൊണ്ടുവരാറുന്നില്ലേ, ഇതുവരെ ഇല്ലാത്ത ശീലം ഇപ്പം ഞാൻ എന്തിനമ്മേ തുടങ്ങി വെക്കണം, 5 കൊല്ലമായിട്ടുള്ള ശീലം ഇല്ലല്ലോ, ഇനി ഞാനത് തുടങ്ങാൻ ഉദ്ദേശിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗൗരിമോൾ പറയുന്നുണ്ട് എന്തായാലും നാളെ നമ്മൾ അമ്മയും അച്ഛനും ഞാനും കൂടി പോയിട്ട് അച്ഛനോട് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, അമ്മ എന്തായാലും സമ്മതിക്കണം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ വേദ സമ്മതിക്കുന്നില്ല. അവസാനം നമ്മുടെ മോള് കരയണം കണ്ടിട്ട് നമ്മുടെ വേദി സമ്മതിക്കുന്നുണ്ട്, പോവാ പുറത്ത് പോയിട്ട് നാളെ തരുණ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പിറ്റേ ദിവസം 3 ആളും കൂടി ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. ബീച്ചിലൊക്കെ കുറേ നേരം കളിച്ചും ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഗൗരി മോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ സ്കൂളിലുള്ള കുട്ടികളുടെ അമ്മയും അച്ഛനും എത്ര സന്തോഷത്തോടു കൂടിയാണ് പെരുമാറുക, ഇവിടെ അമ്മയും അച്ഛനും എന്തങ്ങനെ സീരിയസ്, നിങ്ങൾ തമ്മിൽ ഒന്നും സംസാരിക്കണില്ലല്ലോ, നിങ്ങളൊരു കളക്ടറും പോലീസും ആവോണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വേദയ്ക്കും തരുണിനാണെങ്കിൽ വല്ലാതെ വിഷമമുണ്ട്. അവർ വേഗം വേറെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗരിയുടെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ വിനായകേട്ടനും നന്ദിനി എടുത്തി നമ്മുടെ അച്ഛനെയും വിക്രത്തിനെയും കാണാൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിനായകേട്ടൻ പറയുന്നുണ്ട് നീ എന്തായാലും ഈ പണി നിർത്തിയിട്ട് എൻ്റെ ഒപ്പം റിയൽ എസ്റ്റേറ്റിന് കൂടിക്കോ, നീ എനിക്കൊരു ഗുണ്ടായിട്ട് എൻ്റെ കൂടെ കൂടിക്കോ, ആൾക്കാർ കാശ് തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വിടാമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, മാഷ് പറയുന്നുണ്ട് എന്തായാലും അവൻ ഇനി ആ പണിക്കൊന്നും പോകുന്നില്ല, അവൻ ഉള്ള
പണിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ വിനായക ചേട്ടനും നന്ദിനി എടുത്ത് 2-3 ദിവസം താമസിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ ഗൗരിമോൾ വാശി പിടിക്കേണ്ടത് അമ്മി അച്ഛനും ഒന്നിച്ചിട്ട് എന്നെ സ്കൂളിൽ കൊണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തരുൺ വേഗം വിക്രത്തിനോട് പറയേണ്ടത് എന്തായാലും നീ വൈകുന്നേരം വന്ന് കുട്ടിയെ കൊണ്ടുവന്നാൽ മതി, രാവിലെ ഞങ്ങൾ കൊണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ ഫോൺ കട്ടാക്കുന്നുണ്ട്. നമ്മുടെ തരുണും വേദിയും കൂടി ഒന്നിച്ചിട്ട് ഒരു കാറിൽ കൊണ്ടായിട്ട് നമ്മുടെ കുട്ടീനെ ആക്കേണ്ടത്. നമ്മുടെ മോൾക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും 2 കാർ എന്തിനാ, രണ്ടാൾക്കും തമിഴ്നാട്ടിലല്ലേ ജോലി, ഒറ്റ കാറ് പോരെ, നിങ്ങൾ എന്തിനാ 2 കാറിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദിയും തരുണും പറയുന്നത് ഞങ്ങൾക്ക് വേറെ വേറെ സ്ഥലത്താണ് മോളെ ജോലി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് അവർ രണ്ടാളും ഒന്നിച്ചിട്ട് ഒരു കാറിൽ കൊണ്ടുപോയി സ്കൂളിലാക്കുന്നുണ്ട്. രണ്ടാളും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ തരുൺ വേദോട് പറയുന്നുണ്ട് ഇന്ന് നീ എൻ്റെ കാറിൽ വരും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാണ്ട്, ഇന്ന് എൻ്റെ ഇപ്പോൾ ഡ്രൈവർ ഇല്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദ സമ്മതിക്കുന്നുണ്ട്. വേദ ആ കാറിനോട് പറയുന്നുണ്ട്, അവളുടെ ഡ്രൈവറോട് പറയുന്നുണ്ട് നീ എന്തായാലും ഞങ്ങളെ ബാക്കിൽ ഫോളോ ചെയ്തിട്ട് വായോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ തരുൺ വേദോട് പറഞ്ഞു ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഞാൻ ഗൗരിമോളോട് പറഞ്ഞ് മനസ്സിലാക്കാം, ഗൗരിമോൾ എൻ്റെ മാത്രം കുട്ടിയാണ്, നീ വെറും ആയെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ വിക്രം അതുവഴി പാസ്സാക്കുന്നത് നമ്മുടെ വേദ കാണുന്നത് ബൈക്കിൽ. വേദയ്ക്കാണെങ്കിൽ നിർത്തുന്ന് പറയുന്നത് തരുണിനോട്. അവൾക്കാണെങ്കിൽ ഇറങ്ങാനും പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ വിക്രമാണെങ്കിൽ പോകുന്നുണ്ട്, പക്ഷെ അവൾ വിക്രത്തിനെ കാണുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം തരുൺ ഓടി വന്നിട്ട് എന്താ പറ്റിയ വേദ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ പറയുന്നത് ഇത് നിങ്ങൾ ഗൗരി മോളോട് പറയണ മുന്നേ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ കാറിൽ കയറിയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ തരുണിൻ്റെ കാറിൽ കയറിയിട്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദയ്ക്കാണെങ്കിൽ വല്ലാതെ വിഷമമുണ്ട്, തരുണിന് അതിലേക്കേറെ വിഷമമുണ്ട്. എന്തായാലും അടുത്ത് തന്നെ നമ്മുടെ വേദ വിക്രത്തിനെ കണ്ടിരിക്കും. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.